ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ, കർത്താവിനാൽ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസവും നിങ്ങളെ തിരുവചനം കൊണ്ട് അഭിസംബോധന ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായി വചനത്തിലൂടെ പറയുവാൻ കർത്താവിനിക്ക് തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. സ്വർഗീയ നന്മകളാലും ദൈവത്തിൻ്റെ കൃപകളാലും സർവശക്തൻ നമുക്ക് തരുന്ന എല്ലാ ആശീർവാദ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട്, രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം 90-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിലാണ്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം ആത്മപ്രേരണയോടെ പങ്കുവെച്ച് നമ്മളെ ധൈര്യപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള ദൈവിക ഗതിയെ ശരിക്കും വെളിപ്പെടുത്തി കിട്ടേണ്ടതിന് പ്രാർത്ഥനാപൂർവം ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 90-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വിശാലവും വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥമായിരിക്കും. എങ്കിലും മലയാളത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സുന്ദരമായിരിക്കുന്ന വാക്യത്തെ അതുപോലെ തന്നെ മനസ്സിലാക്കി, ആ വാക്യത്തെ മുഴുവൻ എടുക്കാതെ അതിനകത്തു നിന്ന് പ്രധാനമായി 2 ആവർത്തി വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം തന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മോശയുടെ സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരു കാര്യം ഈ ഭൂമിയിൽ സാധ്യമാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എല്ലാ കാര്യമൊന്നും അങ്ങനെ ആയിരിക്കുകയല്ല. പക്ഷെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യം ഒന്ന് സാധിപ്പിച്ച് ആ സാധ്യമാക്കി എടുക്കുന്നതാണ് വിജയമെന്ന് പറയുന്നത്, സക്സസ്സായി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയെ സാധ്യമാക്കുക. പ്രവർത്തിക്കാൻ ഇപ്പം ആർക്കും പറ്റും. നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റും. പക്ഷെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന, ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അങ്ങ് സാധ്യമാക്കി തരണം. അതെന്നാ പ്രാർത്ഥനയത്. പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്, പക്ഷെ അത് സക്സസ് ആക്കുന്നത്, സാധ്യമാക്കുന്നത്, വിജയമാക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ്. അപ്പം അതിന് നമ്മൾ എന്തെല്ലാം ഗ്രഹിക്കാൻ ദൈവമക്കളെ. ഒരു കാര്യം നമ്മൾ ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തെ നന്നാക്കി ഫലപ്രദമാക്കി നമുക്ക് തരുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ 2 കൈക്കും ഭയങ്കര ബലമുണ്ടെങ്കിലും, നല്ല സ്പീഡുണ്ടെങ്കിലും, നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലും, ചെയ്യുന്ന കാര്യങ്ങൾ വിജയപ്രദമാകണോ, ദൈവത്തിൻ്റെ കൈകൂടെ അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടെ അതിനകത്ത് സംയോജിച്ചെങ്കിൽ മാത്രമേ ഒരു കാര്യം സാധ്യമാകത്തുള്ളൂ. ഉദാഹരണത്തിന്, പരീക്ഷ എഴുതുന്നത് നമ്മുടെ കൈകൊണ്ടാണ്. കൈകളുടെ പ്രവൃത്തി, ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ പേപ്പറിലേക്കത് പകർത്തുന്നത് നമ്മുടെ കൈകൊണ്ടാണ്. പരീക്ഷ എഴുതിയിട്ട് എന്ത് ഗുണം? അത് സാധ്യമാക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? റിസൾട്ട് വരുമ്പോഴല്ലേ. അപ്പോൾ കൈകളുടെ പ്രവൃത്തി അതിനെ സാധ്യമാക്കാൻ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിലല്ലേ പറ്റൂ. ഒരു പരീക്ഷ എഴുതണമെങ്കിൽ, മര്യാദയ്ക്കൊരു കൊച്ചു പരീക്ഷ എഴുതണമെങ്കിൽ എത്ര ദിവസത്തെ പണിയായിരിക്കും മക്കളെ? മാതാപിതാക്കൾക്കും അറിയാലോ. ഇപ്പോൾ പരീക്ഷ നടക്കുന്ന മാസമാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്നു. പരീക്ഷാ ഹാളിൽ 2 മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ 3 മണിക്കൂറായിരിക്കും തരുന്നത്. പക്ഷെ 3 മണിക്കൂറിൻ്റെയോ 2 മണിക്കൂറിൻ്റെയോ പരീക്ഷ എഴുതാൻ
ആ കൊച്ചെത്ര ദിവസമായി മെനക്കെടുന്നു. ഒരു കൊല്ലം പഠിച്ചു എന്നുള്ളത് സത്യം. അതല്ല, ഈ പരീക്ഷയുടെ ദിവസങ്ങൾ മാത്രം ചിന്തിക്കുക. ഉറക്കളപ്പ്, ടെൻഷന്, വെപ്രാളം, എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കി. എന്തോ കഷ്ടപ്പാടാണ്. അത്രയും കഷ്ടപ്പെട്ട് 2 മണിക്കൂർ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അത് സാധ്യമാക്കി തരണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ വേണമെന്നൊരു വെളിപ്പാടാണ് കേട്ടോ. അത് വെളിപ്പാടാണ്. ഈ കാഴ്ചപ്പാടുള്ളവർക്കേ ഇതൊക്കെ ഒരു വിഷയമായി വരുള്ളൂ. ആ കാഴ്ചപ്പാടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രാർത്ഥന പോലുമായിട്ട് തോന്നിയില്ല. മോശയ്ക്ക് ആ വെളിപ്പാടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൈകൊണ്ട് പ്രവർത്തിച്ച പല കാര്യങ്ങളും അസാധ്യമായി പോവുകയാണ്. കുറേ നാളായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. കൈകളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കൈകൊണ്ട് ചെയ്യുന്നൊരു കാര്യം മാത്രമായിട്ടൊരു കൈത്തൊഴിലായി മാത്രം കരുതണ്ട. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിലേ അത് സാധ്യമായി കിട്ടത്തുള്ളൂ. ഞാനതിനെ മറ്റൊരു രീതിയിൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ചില ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എൻ്റെയൊക്കെ ഇന്നലകളെ, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഇന്നലകളെ ഈ വാക്യവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അതൊരു പരമാർത്ഥവും യാഥാർത്ഥ്യവുമായിട്ട് ബോധ്യമാകും. എൻ്റെ അപ്പനൊക്കെ എത്ര തരത്തിലെ തൊഴിലുകൾ എൻ്റെ കർത്താവിനെ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പണം മുടക്കിയും പണം കടം മേടിച്ചും പലിശക്കെടുത്തും പറമ്പ് പണയപ്പെടുത്തിയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഉഴപ്പരല്ലായിരുന്നു, അലസരല്ലായിരുന്നു. ചുമ്മാ ഇരുന്ന് ആരെങ്കിലും പറ്റിച്ച് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ തിന്ന് തീർക്കണം, പറ്റീര് കൊണ്ട് ജീവിതം തീർക്കണമെന്ന് ആഗ്രഹിച്ചവരല്ലായിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. രാവും പകലും അധ്വാനിക്കാൻ മനസ്സുള്ള ആളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. പക്ഷേ കൈകളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഗുണം വരില്ലായിരുന്നു, സാധ്യമാക്കില്ലായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വലിയ കമ്പനി പണികളൊന്നുമല്ലല്ലോ. ആരുടെയെങ്കിലും പറമ്പ് പാട്ടത്തിനെടുത്ത്, ഞങ്ങൾക്ക് പറമ്പ് കുറവാണ്, പാട്ടത്തിനെടുത്ത് വാഴ നടും. അധ്വാനത്തോടധ്വാനം. അതിൻ്റെ ചോട്ടിയൊന്നും കയറിപ്പോരിയല്ല. കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം. ഒരു സ്ഥാപനം നടത്തുന്നതിനേക്കാൾ നല്ല കൃഷിക്കാരൻ പറമ്പിൽ നിന്ന് കയറിയല്ല. അത് നെല്ലാണെങ്കിലും തെങ്ങാണെങ്കിലും വാഴയാണെങ്കിലും ഒറിജിനൽ കൃഷിക്കാരൻ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഈ പറമ്പിൽ കിടന്ന് കിളച്ചും പറിച്ചും, ഒരു പുല്ല് മുളച്ചാൽ അത് പറിച്ച് കളഞ്ഞ്, ഒരു വാഴക്കൈ താഴേക്ക് ചാഞ്ഞു നിന്നാൽ അത് ചെത്തിക്കളഞ്ഞ് എന്ന് വേണ്ട. ഒരു നല്ല കൃഷിക്കാരൻ, കഠിനാധ്വാനി, വളരെ കഷ്ടപ്പെടും. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കാറുള്ള എന്നാണെന്നറിയാമോ? ഈ വാഴയൊക്കെ നട്ട് 10ഉം 200ഉം വാഴവിത്തുകൾ എവിടെ നിന്നെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് ഒരു പണിക്കാരനെയും കൂടെ വിളിച്ച് പറമ്പ് വെട്ടിത്തിളച്ച് നിരപ്പാക്കി കിളച്ച് പറിച്ച് വാഴയൊക്കെ നട്ട് ചിലപ്പോൾ കൊലയ്ക്കും. കൊല വന്ന് നല്ല കണ്ടാൽ ദൈവമേ ഇത്രയൊക്കെ ആയല്ലോ എന്നോർത്ത് കൊല പതുക്കെ വിരിഞ്ഞു വരുമ്പോഴേക്ക് എവിടെ നിന്നെങ്കിലും ഒരു കാറ്റടിക്കും അമ്മാമ്മേ. ആ കാറ്റ് ചങ്ക് പറച്ചുകൊണ്ട് പോകും പോലെ ആയിരിക്കും എത്രയോ പ്രാവശ്യം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, പലതരം കൃഷികളല്ലേ, ഇഞ്ചിയോ കുരുമുളകോ, കൃഷി ചെയ്യാൻ നേരത്ത് ആ തരം കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത് മാർക്കറ്റിൽ അതിന് കിലോയ്ക്ക് അന്നത്തെ കാലത്ത് 510 രൂപ വില കണ്ടുകൊണ്ടാണ്. എന്നാൽ പിന്നെ എല്ലാം കൂടി വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അതങ്ങ് നട്ടേക്കാം. അത് നട്ട് ഫലം പറിക്കാൻ നേരത്ത് 510 കിടന്ന സാധനം നേരെ 96 വരും. ആർക്കും എവിടെന്നോ സാധനം കുറേ പുറത്തുനിന്ന് ഇറക്കുമതി എന്നാണ് കേൾക്കുന്നത്. 96 വന്നാൽ കൂലി കൊടുത്തത് പോലും കിട്ടിയേല. അങ്ങനെ എത്രയോ പ്രാവശ്യം എന്തൊക്കെ ചെയ്താലും കൈകളുടെ പ്രവൃത്തിക്ക് ഗുണം വരാതെ പോയതുകൊണ്ട് മരിച്ചേക്കാം എന്ന് എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കാലം മാറിയത് ചരിത്രം മാറിയത് കൊണ്ടല്ല, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ചെയ്യുന്നതൊക്കെ കൊച്ചു കാര്യം ചെയ്താലും സാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അനുഗ്രഹിച്ചാൽ
ഒരു കൊച്ചു കാര്യം ചെയ്താൽ മതി. പണ്ട് ഇയ്യോബിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്. ചുമ്മാതാണോ അവൻ വലിയ ഭക്തനായിരിക്കുന്നേ? അവന് നീ എല്ലാം വേലി കെട്ടിയിരിക്കുകയല്ലേ? അടുത്ത വാചകം, അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെല്ലാം നീ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ? ചുമ്മാണോ ഇയ്യോബ് വലിയ നാട്ടുമുതലാളിയായിട്ട് എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിൽ വലിയവനായ കാരണം ഇയ്യോബ് ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ അങ്ങ് സാധ്യമാക്കി. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും പ്രവൃത്തികളൊക്കെ ഒരു തരം അസാധ്യമായി കിടക്കുകയാണെങ്കിൽ ഈ വാക്യമൊന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങൾ എന്ത് ചെയ്താലും അത് സാധ്യമാക്കി തരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? നമ്മുടെ ഒറ്റയാൾ പ്രവൃത്തി കൊണ്ടൊരു കാര്യം സക്സസ് ആകത്തില്ലെന്നും മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ സപ്പോർട്ടോടെ വന്നെങ്കിലേ അത് സാധ്യമാകത്തുള്ളൂ എന്നും വിശ്വസിക്കാമോ? അങ്ങനെ വിശ്വസിച്ച് ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് സുല്ല് പറയാമോ? നാഥാ, ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ട് നടക്കില്ല, ഞാൻ കുഴയുക. എത്ര പ്രാവശ്യം ശിഷ്യന്മാർ തണ്ട് വലിച്ച് മിടുക്കന്മാർ നോക്കി, വല്ലതും നടന്നോ? കർത്താവും കൂടി ചേർന്നപ്പോഴല്ലേ അക്കരെ എത്താൻ പറ്റുള്ളൂ. ദൈവം ചേരാതെ, ദൈവം കൂടാതെ, ദൈവം കൂടി പ്രവർത്തിക്കാതെ ഒരു പണി നടക്കില്ല കേട്ടോ. കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ പലതും അസാധ്യമാക്കി കളയുമ്പോൾ ആ ടീമിലേക്ക് ദൈവം കൂടി ചേർന്നാൽ നമ്മൾ പ്രവർത്തിക്കണം, പക്ഷെ സാധ്യമാക്കുന്നവൻ ദൈവം. വിത്ത് നാം മുളയ്ക്കണം, വിത്ത് നാം വിതയ്ക്കണം, മുളപ്പിക്കുന്നവൻ ദൈവം. നമ്മുടേതിന് വെള്ളം ഒഴിക്കണം, വളമിടണം, അതിൻ്റെ ചുവട്ടിലെ കള പറിക്കണം, അതിനെ കതിരിടിപ്പിക്കുന്നവൻ ദൈവം. ദൈവം കൂടി ചേരാതെ നമ്മൾ വിജയിക്കില്ല. നമുക്കതിനായി പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധന്മാർ വരെ ഈ കാര്യം അറിഞ്ഞിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി. ഈ അനുഗ്രഹീത ദിവസവും ഞങ്ങളെ ഒറ്റയ്ക്കാക്കാതെ, ഞങ്ങളെ തനിച്ച് കഷ്ടപ്പെടുത്താതെ, അങ്ങ് അന്ന് പറഞ്ഞു നീ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ആഹാരം കഴിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് അതിനെ വിജയിപ്പിക്കുന്ന ഒരു രഹസ്യം ഞങ്ങൾ അറിയുന്നു. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. വിയർത്ത് പണിയെടുക്കേണ്ടത് ഞങ്ങളാണ്, അത് വിജയമാക്കി തീർക്കുന്നവൻ അങ്ങാണ്, അങ്ങ് മാത്രമാണ്. അങ്ങയിൽ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സമർപ്പിക്കുന്നു. കമ്പനികൾ നടത്തുന്നവർ, ഫാക്ടറികൾ നടത്തുന്നവർ, തൊഴിലാളികളെ വെച്ച് പണി എന്തുവാട്ടെ അപ്പാ, സ്വന്തമായി കൈത്തൊഴിൽ ചെയ്യുന്നവർ, എല്ലാവരും ബിസിനസ് നടത്തുന്നവർ, എല്ലാ പ്രവൃത്തികളും ദൈവത്തെ കൊണ്ടേ സാധ്യമാക്കാൻ കഴിയത്തുള്ളൂ. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.